Hello dear students. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷൻ. അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് നമ്മൾ 10 അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The first convention is convention of consistency. So according to this convention, companies should choose the most suitable accounting methods and treatments or accounting principles and methods and consistently apply them in every period. Okay, so accounting principles and methods should remain consistent from one year to another. ഒരു വർഷം ഫോളോ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് മെത്തേഡ്സും പ്രിൻസിപ്പിൾസും തന്നെ എന്താണ് വരുന്ന വർഷങ്ങളിലും യൂസ് ചെയ്യണം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ ഈ വർഷം ഒരു പ്രിൻസിപ്പിൾ ആൻഡ് മെത്തേഡ്സ് യൂസ് ചെയ്തു, അടുത്ത വർഷമായപ്പോൾ പുതിയ മെത്തേഡ്സ് യൂസ് ചെയ്ത് അങ്ങനെയാകാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. അത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ബിക്കം മോർ അണ്ടർസ്റ്റാൻഡബിൾ, റിലയബിൾ ആൻഡ് കമ്പാരബിൾ. ഓക്കെ, നമുക്ക് ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രീവിയസ് ഇയറായിട്ട് കമ്പയർ ചെയ്യണം. നമുക്ക് ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് ഇത്രയും ലാഭം ഉണ്ടായി, ഈ വർഷം എത്രയുണ്ടായി, കുറഞ്ഞെങ്കിൽ എന്താണ് കുറയാനുള്ള റീസൺ, അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എന്താണ് കമ്പയർ ചെയ്യാൻ സാധിക്കണം അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് കമ്പനി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യണം. Changes are permitted only when the new method is considered better and can reflect the true and fair view of financial position of the company. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട്, അത് മാറ്റണം, അതിനൊക്കെ ഇനി ബെറ്റർ ആയിട്ടുള്ള പുതിയ മെത്തേഡ്സ് വന്നു എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ കമ്പനി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിങ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസിൽ ചേഞ്ചസ് വരുത്തത്തുള്ളൂ. Examples of convention of consistency. In the first one പറയുന്നത്, if a company adopts straight line method should not be changed to adopt reducing method in other period. നമുക്കറിയാം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം, അതുപോലെ തന്നെ റിഡ്യൂസിങ് മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിങ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻസ് ചാർജ് ചെയ്യാം. അപ്പം ഒരു വർഷം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്തെങ്കിൽ വരുന്ന വർഷങ്ങളിലും അത് തന്നെ യൂസ് ചെയ്യണം. അല്ലാതെ ഒരു വർഷം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു, അടുത്ത വർഷം വന്നപ്പോൾ ഡിമിനിഷിങ് മെത്തേഡ് അല്ലെങ്കിൽ റിഡ്യൂസിങ് മെത്തേഡ് യൂസ് ചെയ്താൽ അതെന്തായിരിക്കും, അങ്ങനെ വരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാനോ അത് യൂസ് ചെയ്യുന്ന യൂസർക്ക് അതൊരിക്കലും അണ്ടർസ്റ്റാൻഡബിളും ആയിരിക്കില്ല. സോ ദർ ഷുഡ് ബി എ കൺസിസ്റ്റൻസി ഇൻ ദ മെത്തേഡ്സ് യൂസ്ഡ്. ഓക്കെ, അതുപോലെ പിന്നെ പറയുന്ന ഒരു എക്സാമ്പിളാണ്, ഇഫ് എ കമ്പനി അഡോപ്റ്റ്സ് വെയ്റ്റ് ആവറേജ് മെത്തേഡ് ആസ് സ്റ്റോക്ക് വാല്യുവേഷൻ ആൻഡ് ഷുഡ് നോട്ട് ചേഞ്ച് ടു അതർ മെത്തേഡ്സ്. ഓക്കെ, ഇപ്പം സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫിഫോ മെത്തേഡ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, അല്ലെങ്കിൽ ലിഫോ മെത്തേഡ്, ലാസ്റ്റ് ഔട്ട് മെത്തേഡ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഏത് മെത്തേഡാണോ കമ്പനി ഫോളോ ചെയ്യുന്നത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. നെക്സ്റ്റ് ഫ്യൂച്ചർ ഇയേഴ്സിലും അത് തന്നെ യൂസ് ചെയ്തുകൊണ്ട് പോകണം എന്നാണ് പറയുന്നത്. Of conservatism or prudence principle. So it is the golden principle of accounting. This principle is known as the golden principle of accounting. This concept is based on the policy of playing safe. Okay, so ഇതിനകത്ത് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, do not anticipate profit but provide for all possible losses. Okay, revenue and profit are not anticipated. Only realized profit with reasonable certainty are recognized in the profit and loss account. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം റവന്യൂസും പ്രോഫിറ്റും ആൻറ്റിസിപ്പേറ്റ് ചെയ്യത്തില്ല. നാളെ നമുക്ക് കിട്ടാൻ പോകുന്ന റവന്യൂസിന് ഇൻകം ഒന്നും തന്നെ P&L കാണിക്കില്ല. ഓൺലി ദോസ് പ്രോഫിറ്റ് വിച്ച് ആർ റിയലൈസ് ചെയ്യുന്ന എപ്പോഴാണ്, വെൻ ആക്ച്വൽ സെയിൽ ഹാപ്പൻ അല്ലെങ്കിൽ ആക്ച്വൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ എപ്പോഴാണോ ചെയ്തിരിക്കുന്നത് അപ്പോൾ മാത്രമാണ്
നമ്മളെന്താണ് റവന്യൂസിനെ റെക്കോർഡ് ചെയ്യുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള റവന്യൂസിനെയും പ്രോഫിറ്റ്സിനെയും ഒന്നും തന്നെ റെക്കോർഡ് ചെയ്യില്ല. പക്ഷേ വി ഹാവ് ടു പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ് എല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. വരാൻ പോകുന്ന ലോസസിനും എക്സ്പെൻസിനും വേണ്ടിയെല്ലാം എന്താണ് മാറ്റി വയ്ക്കണം. However, provision is made for all non-expenses and losses, whether the amount is known for certain or just an estimation. എക്സ്പെൻസസ് ലോസ് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എക്സ്പെൻസും ലോസസും വരുമെന്ന് നമുക്കറിയാം. പക്ഷെ കൃത്യമായിട്ട് അതെപ്പം ആ ലോസ് അല്ലെങ്കിൽ എക്സ്പെൻസ് സംഭവിക്കും, അതുപോലെ എത്ര എമൗണ്ട് ആയിരിക്കുമെന്ന് അറിയില്ല. അങ്ങനെയുള്ള എക്സ്പെൻസിന് വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കീപ്പ് എ പ്രൊവിഷൻ. Okay, this treatment minimizes the reported profits and valuation of assets. Okay, നമ്മൾ പ്രൊവിഷൻ ഓഫ് ബാഡ് ഡെറ്റ്സ് ഒക്കെ കൊടുക്കാറില്ലേ? അതെന്തിനാണ്? ബിക്കോസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ. ബാഡ് ഡെറ്റ്സ് എന്താ? നമുക്ക് കാശ് നൽകാനുള്ള വ്യക്തികൾ, അവരെന്ത് പറയാം? ഡെറ്റേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ റിസീവബിൾസ് എന്ന് പറയും. അത് ചിലപ്പോൾ എന്താകാം? ഫ്യൂച്ചറിൽ കിട്ടാക്കടമായി മാറാം അല്ലേ? നമുക്ക് തിരികെ നൽകാതിരിക്കുക അവർ. അങ്ങനെയുള്ള കിട്ടാക്കടങ്ങൾ അതിനെയാണ് നമ്മൾ ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത്. ബാഡ് ഡെറ്റ്സ് ഫ്യൂച്ചറിൽ നമ്മളൊരു ലോസ് ആയിട്ട് മാറാം. അപ്പോൾ ആ ലോസിന് വേണ്ടി ഇപ്പോഴേ എന്താണ്? വി ഹാവ് ടു കീപ്പ് എ പ്രൊവിഷൻ. അതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്. അതുപോലെ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻസ് മാറ്റി വയ്ക്കാറുണ്ട്. ഓക്കെ, സോ അതാണ് prudence or conservatism principle. It is the golden principle of accounting. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. അക്കൗണ്ടിങ്ങിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ അതിലെന്താ പറയുന്നത്? പ്രോഫിറ്റ്സും റവന്യൂസിനെ ഒന്നും ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നാളെ ഈ പ്രോഫിറ്റ് ഉണ്ടാകും, അതുകൊണ്ട് ഇപ്പോഴേ നമ്മളതിന് റെക്കോർഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ എന്താണ്? ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ ലോസസും എക്സ്പെൻസിന് വേണ്ടി ഇപ്പോൾ തന്നെ എന്താണ്? പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. ഓക്കെ, സാമ്പിൾസ് ഓഫ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. ഫസ്റ്റ് വൺ ആണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. സ്റ്റോക്ക് വാല്യൂഷൻ സ്റ്റിക്സ് ടു ദ റൂൾ ഓഫ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ. നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ, ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ കോസ്റ്റ് ഓഫ് ദ സ്റ്റോക്കിൻ്റെ ആക്ച്വൽ കോസ്റ്റ്, അല്ലെങ്കിൽ ദ മാർക്കറ്റ് വാല്യൂ, ദ നെറ്റ് റിയലൈസബിൾ വാല്യൂ, വിച്ച് എവർ ഈസ് ലോവർ. ഏതാണോ കുറവ് അത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ബിക്കോസ് ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ നമ്മൾ ഒരിക്കലും പ്രോഫിറ്റിനെ കൂട്ടി കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ആക്ച്വൽ പ്രൈസ്, അല്ലെങ്കിൽ ഒരു നെറ്റ് റിയലൈസബിൾ വാല്യൂ, ദാറ്റ് ഈസ് ദ മാർക്കറ്റ് പ്രൈസ്, വിച്ച് എവർ ഈസ് ലെസ്, അതായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് പറയുന്ന എക്സാമ്പിൾ ഇസ് ദ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഷുഡ് ബി മെയ്ഡ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഡൗട്ട്ഫുൾ ഡെറ്റ്സിന്, ബാഡ് ഡെറ്റ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഷുഡ് ബി ക്രിയേറ്റഡ്. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, ഫിക്സഡ് അസറ്റ് മസ്റ്റ് ഹാവ് എ ഡിപ്രീഷിയേറ്റഡ് ഓവർ ദ യൂസ്ഫുൾ എക്കണോമിക് ലൈഫ്. ഫിക്സഡ് അസറ്റുകൾ എന്താണ്? ഇതിലൊക്കെ എന്താണ്? അതിൻ്റെ വാല്യൂവിൽ കുറവ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കുറവ്, ഡിപ്രീസിയേഷൻ വാല്യൂ എല്ലാ വർഷവും ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രൊവിഷൻസും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. Next convention is convention of materiality. So according to this convention, items which are insignificant or irrelevant to the user need not be disclosed, but all relevant material facts should be disclosed. അപ്പം യൂസറിന് ഇറെലവൻറ്റും ഇൻസിഗ്നിഫിക്കൻറ്റും ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ റെലവൻറ്റ് ഫാക്റ്റുകളൊക്കെ എന്താണ്? പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ ആസ് പെർ American Accounting Association, an item should be regarded as material if there is a reason to believe that knowledge of it would influence the decision of an informed investor. ഒരു ഇൻഫോംഡ് ഇൻവെസ്റ്ററിൻ്റെ ഡിസിഷൻസിനെ ബാധിക്കുന്ന ഐറ്റംസിൻ്റെ വിവരങ്ങളെയാണ് നമ്മൾ മെറ്റീരിയൽ ഫാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം വളരെ ചെറിയ എമൗണ്ട് ആണ്, അതപ്പം ഏതിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യം
ഇല്ല. ഫോർ എക്സാമ്പിൾ ചെറിയ ചെറിയ സ്മോൾ ടൂൾസിൻ്റെയൊക്കെ കോസ്റ്റ്, അതിപ്പോൾ ഒരു ചെറിയ വർക്ക്ഷോപ്പ് ആണെങ്കിൽ അവരത് പ്രോപ്പറായിട്ട് ഏത് ടൂളിൻ്റെ ഏത് കോസ്റ്റ് എന്ന് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതേ സ്ഥാനത്ത് ഇപ്പം വലിയ റിലയൻസ് ഇൻഡസ്ട്രീസ് പോലത്തെ വലിയ കമ്പനീസൊക്കെ ആണെങ്കിൽ അവർ ആ ചെറിയ ടൂൾസിൻ്റെ കോസ്റ്റ് എല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ചെയ്ത് ചിലപ്പോൾ സൺട്രി എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് ഒന്നിച്ചങ്ങ് കാണിക്കുമായിരിക്കും. അല്ലാതെ ഇത്രയും രൂപ ഇത് ഈ ടൂളിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്തൊന്നും കാണിക്കത്തില്ല. സോ അതാണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി പറയുന്നത്. വെദർ ആൻ ഐറ്റം ഈസ് മെറ്റീരിയൽ ഓർ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ, എമൗണ്ട് ആൻഡ് ദ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ യൂസർ. ഒരു ഐറ്റം മെറ്റീരിയൽ ആണോ എന്ന് തീരുമാനിക്കുന്ന ആ ഐറ്റത്തിൻ്റെ നേച്ചർ, സൈസ്, എമൗണ്ട് ഒക്കെ വെച്ചിട്ടായിരിക്കും. തീരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല, അത് റെക്കോർഡ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നല്ല പറയുന്നത്, അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ പ്രിൻ്റ് ആൻഡ് സ്റ്റേഷനറി എന്നൊക്കെ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുമല്ലോ P&Lനകത്ത്. അപ്പോൾ അതിനകത്ത് ആ ഒരു ഓർഗനൈസേഷനിലെ പേനയും പെൻസിലും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അല്ലാതെ പേനയ്ക്ക് എത്രയാണ് പെൻസിലിന് എത്രയാണ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇറ്റ്സ് ഇറെലവൻറ്റ്. ആ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അത് റെലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്മോൾ വർക്ക്ഷോപ്പ് ആകുമ്പോൾ അവിടെ ടൂൾസുകളാണ് അവർ അവരെപ്പോഴും വർക്ക്ഷോപ്പിൽ എടുക്കുന്നത്. അപ്പോൾ ആ ഏത് ടൂളിന് എത്ര കോസ്റ്റ് ആയെന്ന് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. പക്ഷെ ഒരു വലിയ ഇൻഡസ്ട്രിയാണ്, അപ്പോൾ അവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടൂൾസിനൊന്നും ആണികളൊക്കെ ഇല്ലേ, നെയിൽസും അങ്ങനെയുള്ള ചെറിയ ചെറിയ ടൂൾസുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുഞ്ഞ് സ്പെയർ പാർട്സിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല. എല്ലാം കൂടെ ഒറ്റ ഹെഡിൽ അഗ്രിഗേറ്റ് ചെയ്തങ്ങ് റെക്കോർഡ് ചെയ്യുന്നത്. Example of materiality principle. Small payments such as postage, stationery and cleaning expense should not be disclosed separately. They should be grouped together as sundry expense. അപ്പം ഒരു ഓർഗനൈസേഷനിൽ വരുന്ന പോസ്റ്റേജ്, സ്റ്റേഷനറി, ക്ലീനിങ് എക്സ്പെൻസ് എന്ന് പറയുന്ന എക്സ്പെൻസുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണമെന്നില്ല, എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഒന്നിച്ച് സൺട്രി എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. അത് അത്ര റെലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, ബിസിനസ്സിന് അത്രയും റെലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ലെങ്കിൽ അതിനെയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ എക്സ്പെൻസ് ആണെന്ന് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം കൂടെ ഒന്നിച്ച് അഗ്രിഗേറ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ the cost of small valued assets such as pencil sharpeners, paper clips should be written off to the profit and loss account as revenue expenditure. Okay. Next convention ആണ് convention of full disclosure. So financial statements should be prepared to reflect a true and fair view of the financial position and performance of the enterprise. എൻ്റർപ്രൈസിൻ്റെ കൃത്യമായിട്ടുള്ള ശരിയായിട്ടും അതുപോലെ ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷനും പെർഫോമൻസും അറിയാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ all material and relevant information must be disclosed in the financial statement. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മെറ്റീരിയലും റെലവൻറ്റുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, so according to this principle there should be reporting of all the significant information relating to the financial affairs of the business and it should be complete and understandable. So ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ്, ബിസിനസ്സിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 എല്ലാ എൻ്റർപ്രൈസും നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദാറ്റ് അവരുടെ ബിസിനസ്സിൻ്റെ എല്ലാ എസെൻഷ്യൽ ഇൻഫോർമേഷൻസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതുപോലെ കമ്പനീസ് ആക്ട് ഒരു ഫോർമാറ്റ് പെർഫോമ ഓഫ് ബാലൻസ് ഷീറ്റും P&Lലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ കമ്പനീസിനെല്ലാം അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൽ
വന്നിരിക്കുന്ന ഐറ്റംസ് അതിൽ വരാത്ത എന്തെങ്കിലും സെപ്പറേറ്റ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിനൊക്കെ താഴെ എന്താണ് ഫുട് നോട്ട്സ് ആയിട്ട് നൽകുക. ഇപ്പോൾ കണ്ടീജൻറ്റ് ലൈബിലിറ്റിയൊക്കെ അത് ബാലൻസ് ഷീറ്റിലും പി ആൻഡ് എല്ലും ഒന്നും എങ്ങും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഫുട് നോട്ടായിട്ട് കണ്ടീജൻറ്റ് ലൈബിലിറ്റീസൊക്കെ എന്താണ് കാണിക്കണം. സോ ബിസിനസ്സിൻ്റെ എല്ലാ എസെൻഷ്യൽ ഇൻഫോർമേഷൻസും റെലവൻറ്റ് ഇൻഫോർമേഷൻസും എല്ലാം തന്നെ എന്താണ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഈസ് ലിമിറ്റേഷൻ ഓഫ് ഗ്യാപ്പ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾ. അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ്. സോ ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു യൂസ് ഓൾട്ടർനേറ്റീവ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. സോ ഓൾട്ടർനേറ്റീവ് പോളിസീസും പ്രാക്ടീസുകളും ഒക്കെ എന്താണ് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോളിസീസും പ്രാക്ടീസുകളൊക്കെ മാത്രം തന്നെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് ആസ് സച്ച് ദ വാല്യൂഷൻ ഓഫ് അസറ്റ് അറ്റ് ദ ടൈം ഓഫ് ഇൻഫ്ലേഷൻ ഈസ് നോട്ട് കറക്റ്റ്. ഇതെല്ലാം ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് ബേസ്ഡ് ആണ്. നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ പർച്ചേസ് കോസ്റ്റിലാണ് എല്ലാ അസറ്റുകളും വാല്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ടൈമുകൾ കറക്റ്റായിട്ടുള്ള അസറ്റിൻ്റെ വാല്യൂ കിട്ടാറില്ല. Then gap allows the use of personal judgment. It will lead to misleading conclusions. അപ്പം ഗ്യാപ്പ് എന്താണ്? പേഴ്സണൽ, നമ്മൾ പറഞ്ഞു മെറ്റീരിയാലിറ്റി ഒക്കെ, ഒരു ഐറ്റത്തിൻ്റെ മെറ്റീരിയാലിറ്റി ഒക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. യൂസറിൻ്റെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വേറെ പല പ്രിൻസിപ്പളിലും എന്താണ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് വരുമ്പം അതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻസ് എന്താണ് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. There is no such index of concept or postulates on which all accountants have agreed. There is difference of opinion among accountant about gap. ഈ ഗ്യാപ്പ് എന്താണ് എല്ലാ അക്കൗണ്ടൻസും സമ്മതിച്ച് തന്ന് അംഗീകരിച്ച് ഗ്യാപ്പ് ഒന്നും തന്നെയില്ല, പ്രിൻസിപ്പൾ ഒന്നും തന്നെയില്ല. എല്ലാ പ്രിൻസിപ്പളിനും ഏതെങ്കിലുമൊക്കെ അക്കൗണ്ടൻസിന് എന്താണ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. സോ ദീസ് ആർ 100% എന്താണ് കറക്റ്റായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒന്നുമല്ല. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന പ്രിൻസിപ്പിൾസാണ്. ഇപ്പോഴും ബിസിനസ്സുകൾ ഇത് തന്നെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇതിലെന്താ പൂർണ്ണമായിട്ടങ്ങ് വിശ്വസിച്ച് അംഗീകരിച്ചൊന്നുമല്ല ഇത് ഫോളോ ചെയ്യുന്നത്. പലരുടെ ഇടയിൽ എന്താ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. The next one പറയുന്നത് various principles are in conflict with another. Therefore, there is a chance of creating secret reserves, understanding of asset, overstating of liabilities, etc. So there are many conflict. ഓരോ പ്രിൻസിപ്പിൾസും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഒരു പ്രിൻസിപ്പിൾ പറയുന്ന കാര്യമല്ല മറ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. നമ്മളിപ്പം കുറേ പ്രിൻസിപ്പിൾസ് പഠിച്ചല്ലോ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ ഫാക്റ്റ് മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി, എല്ലാ ഫാക്റ്റുകളും ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. ഡിസ്ക്ലോഷറിനകത്തും അത് തന്നെയാണ് പറയുന്നത്, മെറ്റീരിയൽ ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന്. പക്ഷേ മെറ്റീരിയൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ആ ബിസിനസ്സാണ് അല്ലേ. സോ അങ്ങനെയൊക്കെ എന്താ പ്രിൻസിപ്പിൾസ് തമ്മിൽ കോൺഫ്ലിക്ട്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സീക്രട്ട് റിസർവുകളും അതുപോലെ ലൈബിലിറ്റീസും അസറ്റും ഒക്കെ തെറ്റായിട്ട് റെക്കോർഡ് ചെയ്യാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻ ഓഫ് ഗ്യാപ്പ്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പ് ജനറലി ആക്സെപ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം എന്താണ് IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇവോൾവ് ആയിരിക്കുന്നത് ഈ ഗ്യാപ്പിൽ ഇതുപോലെ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ്. ഈ ഗ്യാപ്പിലെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതുപോലെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും ഇവോൾവ് ആയി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നൊക്കെ പഠിക്കാം.